തുലാഭാരത്തിന് എന്താണ് നിങ്ങൾ നേർന്നത്? അതിപ്പോൾ ഇളനീരാകാം, ഉപ്പാകാം, പഞ്ചസാരയാകാം, താമരയാകാം, വെണ്ണയാകാം, എന്തു തന്നെ ആയിക്കൊള്ളട്ടെ. ആ ഒരാഴ്ച തുടർച്ചയായി അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഭഗവാനെ, കണ്ണനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ആ ക്ഷേത്രത്തിൽ അർപ്പിക്കേണ്ടതാണ്. മഹത്തായ കാര്യങ്ങൾ എല്ലായ്പ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് പിറവി കൊള്ളുന്നത്. മാറ്റം അത് നമ്മിൽ നിന്ന് തന്നെയാകട്ടെ. ഇപ്പോൾ തന്നെ അതിന് തുടക്കം കുറിക്കുക. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും ഞങ്ങളുടെ വിനീതമായ നമസ്കാരം. ഇന്നത്തെ വീഡിയോ തുലാഭാരവുമായി ബന്ധപ്പെട്ടതാണ്. തുലാഭാരവുമായി ബന്ധപ്പെട്ട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും എന്താണ് അതിൻ്റെ ശരിയായ രീതി, തുലാഭാരം നടത്തുന്നതിന് മുമ്പ് ഒരു ഭക്ത അല്ലെങ്കിൽ ഭക്തൻ എങ്ങനെയാണ് അതിനായി ഒരുങ്ങേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോ. തുലാഭാരം നടത്തുന്നതിന് മുമ്പുള്ള ഒരുക്കങ്ങളെപ്പറ്റി, ശരിയായ ചിട്ടവട്ടങ്ങളെപ്പറ്റി ഇതുവരെ ആരും ഒരു വീഡിയോ പോലും ചെയ്തിട്ടില്ല എന്നതാണ് എൻ്റെ ഓർമ്മ. അതുകൊണ്ട് തന്നെയും തീർച്ചയായും വീഡിയോ ശ്രദ്ധിച്ച് തന്നെ കേൾക്കുക, മുഴുവനായി തന്നെ കാണുക. അത് മാത്രമല്ല, കണ്ടതിന് ശേഷം മറ്റുള്ള ഭക്തജനങ്ങളിലേക്ക് ഈ ഒരു അറിവ് പകർന്നു കൊടുക്കുവാനും മറക്കരുത്. എല്ലാ ദിവസവും ക്ഷേത്ര സംബന്ധമായ അറിവുകളും കണ്ണന്റെ അലങ്കാരവും വചനങ്ങളും ലഭിക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുവാനും മറക്കരുത്. ശരി, അപ്പോൾ ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം. ആദ്യമേ തന്നെ ലളിതമായി മനസ്സിലാകുവാൻ വേണ്ടി ഒരു ഉദാഹരണ സഹിതം പറഞ്ഞു പോകാം. ഇപ്പോൾ നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ, എൻ്റെ കണ്ണ, ഇന്ന കാര്യം നടക്കുവാൻ വേണ്ടി, സാധിക്കുന്നതിന് വേണ്ടി ഞാൻ ഈ തുലാഭാരം വഴിപാട് നേരുകയാണ്. ഇതിൻ്റെ ശരിയായ ഫലപ്രാപ്തി ചിലപ്പോൾ ഇത് തന്നെയാണോ എന്ന് എനിക്ക് അറിവില്ല. എങ്കിൽ പോലും എൻ്റെ പരിമിതമായ അറിവിൽ നിന്നും ഞാൻ ഈ തുലാഭാരം വഴിപാട് എൻ്റെ ഈ കാര്യസാധ്യത്തിന് വേണ്ടി അങ്ങയ്ക്കായി സമർപ്പിക്കുന്നു. അത് ചിലപ്പോൾ രോഗശമനത്തിന് വേണ്ടിയായിരിക്കാം, നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയായിരിക്കാം, നല്ലൊരു വീടിന് വേണ്ടിയായിരിക്കാം. ഓരോരുത്തർക്കും ഓരോരോ 100,000 കാര്യങ്ങളാണ് ഭഗവാനോട് പറയുവാനുള്ളത് കാര്യസാധ്യത്തിന് വേണ്ടി. അങ്ങനെ നമ്മൾ പറഞ്ഞതിന് ശേഷം വളരെ വളരെ വ്യക്തമായി തന്നെ ഈ പറഞ്ഞവയെല്ലാം മനസ്സിൽ കാണുക. ഭഗവാനോട് അത്യധികം സന്തോഷപൂർവ്വം, ഒട്ടുമേ ദുഃഖിക്കാതെ പറഞ്ഞ ആ ഒരു കാര്യസാധ്യം നടന്നതായി മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഓരോ ദിവസവും തള്ളി നീക്കുക. ഇത്രയും കാര്യമാണ് ആദ്യം വഴിപാട് നേർന്നതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നീട് തുലാഭാരം നടത്തുവാൻ ഉദ്ദേശിക്കുന്ന ആ ക്ഷേത്രത്തിൽ പോകുന്നതിന് ഏകദേശം പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക. ഏകദേശം ഒരാഴ്ച മുമ്പെങ്കിലും ഇനി പറയുവാൻ പോകുന്ന കാര്യങ്ങൾ ചിട്ടയോടെ ഒന്ന് പിന്തുടർന്ന് നോക്കുക. ഉറപ്പായും അതിന് ഫലം ലഭിക്കുക തന്നെ ചെയ്യും. എല്ലാ കാര്യങ്ങൾക്കും, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾക്കും അതിൻ്റെതായിട്ടുള്ള ചിട്ടവട്ടങ്ങൾ ഉണ്ട് എന്ന് മനസ്സിൽ കരുതേണ്ടതാണ്. തുലാഭാരം വഴിപാട് നടത്തുവാൻ പോകുന്നതിന് ഏകദേശം ഒരാഴ്ച മുമ്പെങ്കിലും ശാരീരികവും മാനസികവുമായിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു തയ്യാറെടുപ്പ് ആദ്യമേ നടത്തുക. അതിൽ മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ല ചിന്തകൾ, അതുപോലെ തന്നെ നല്ല വചനങ്ങൾ കേൾക്കുക, ഭഗവാനുമായി കണ്ണനുമായി അടുക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ വായിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾ മാനസികമായി നല്ല രീതിയിലുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തിയിരിക്കും. ഇനി ഇതിൽ ശാരീരികമായിട്ടുള്ള തയ്യാറെടുപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരാഴ്ചയെങ്കിലും പരമാവധി നിങ്ങൾ മാംസ്യ ആഹാരങ്ങൾ വർജിക്കേണ്ടതാണ്. അതുപോലെ തന്നെ തൻ്റെ ഉറ്റ പങ്കാളിയോട് ഒരാഴ്ച ഒന്ന് സഹകരിക്കുവാൻ പറയുക. എന്താണ് പറഞ്ഞതിൻ്റെ പൊരുളെന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭക്തജനങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുകയാണ്. ദാമ്പത്യ ജീവിതത്തിലെ നിത്യേനയുള്ള ആ ബന്ധപ്പെടൽ ഒരാഴ്ചത്തേക്ക് ഒന്ന് നിർത്തിവെക്കുക. ഭഗവാനിൽ പൂർണ്ണ മനസ്സർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇത്രയുമാണ് രണ്ടാമതായി നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി അടുത്തത്, ആ ഒരാഴ്ച തുടർച്ചയായി അടുത്തുള്ള ക്ഷേത്രത്തിൽ പോവുക. ഭഗവാനെ അല്ലെങ്കിൽ ഇഷ്ടദേവനെ, ദേവിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വഴിപാടുകളൊന്നും കഴിക്കേണ്ടതായിട്ടില്ല. തനിക്ക് ഇഷ്ടപ്പെട്ട, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തുലാഭാരത്തിന് എന്താണ് നിങ്ങൾ നേർന്നത്? അതിപ്പോൾ ഇളനീരാകാം, ഉപ്പാകാം, പഞ്ചസാരയാകാം, താമരയാകാം, വെണ്ണയാകാം, എന്തു തന്നെ ആയിക്കൊള്ളട്ടെ. ആ ഒരാഴ്ച തുടർച്ചയായി അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഭഗവാനെ, കണ്ണനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ആ ക്ഷേത്രത്തിൽ അർപ്പിക്കേണ്ടതാണ്. ഇങ്ങനെ ഒരാഴ്ച തുടർച്ചയായി ചെയ്യുമ്പോൾ നമ്മിലേക്ക് എന്തെന്നില്ലാത്ത ഒരു ആത്മവിശ്വാസവും അതിലേറെ സന്തോഷവും വന്നുകൊള്ളും.
പിന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭക്തജനങ്ങൾ ആദ്യം പറഞ്ഞ ആ കാര്യം അത് ഒരിക്കലും മറക്കരുത്. നമ്മൾ എന്തിനാണോ ആ വഴിപാട് കഴിച്ചത്, ആ തുലാഭാരം ഭഗവാന് വേണ്ടി നേർന്നത്, ആ കാര്യം സാധിച്ചതായിട്ട് എല്ലായ്പ്പോഴും കിടക്കുമ്പോഴും ഉണരുമ്പോഴും എല്ലാം ആ കാര്യം സാധിച്ചതായി മനസ്സിൽ കണ്ടുവേണം ആ ഒരാഴ്ച നാളുകൾ കഴിച്ചു കൂട്ടുവാനായിട്ട്. ഇനി അന്നേ ദിവസം, ആ വഴിപാട് ദിവസം ക്ഷേത്രത്തിൽ പോകുന്നതിന് മുമ്പ് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ദാനം നൽകുക. അത് മധുരമാകാം, പണമാകാം, ഭക്ഷണമാകാം, എന്തു തന്നെയായാലും അത് സന്തോഷപൂർവ്വം കൊടുത്തുകൊണ്ട് താൻ വഴിപാട് കഴിക്കുവാൻ ഉദ്ദേശിക്കുന്ന ആ ക്ഷേത്രത്തിലേക്ക്, ആ ദിവ്യ സന്നിധിയിലേക്ക് ഉറച്ച മനസ്സോടെ വിശ്വാസത്തോടെ ചെല്ലുക. മനസ്സിൽ ഉദ്ദേശിച്ച ആ കാര്യം നടക്കുമെന്നുള്ളത് ഭഗവാന്റെ നാമത്തിൽ പറയുന്നു. ഉറപ്പാണ്, അത് നടക്കുക തന്നെ ചെയ്യും. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമാണ്, കർമ്മത്തിന്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. നാളെ അത് നമ്മിലേക്ക് വന്നെത്തുക തന്നെ ചെയ്യും. ഹരേ കൃഷ്ണ. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ വഴിപാടിന് വേണ്ടി മാത്രമുള്ളതല്ല. കഴിക്കുന്ന വഴിപാടുകൾ അത് എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, ഇതുപോലുള്ള ചിട്ടകൾ നിങ്ങൾ തീർച്ചയായിട്ടും പിന്തുടരേണ്ടതാണ്. അല്ലാതെ കമന്റിൽ നമ്മൾ ധാരാളം കാണാറുള്ളതാണ്, ഞാൻ ഈ പറഞ്ഞ വഴിപാടുകൾ അനേകം കഴിച്ചു, എനിക്ക് ഒരു മാറ്റവുമില്ല, ഭഗവാന് എന്നെ വേണ്ടേ, അങ്ങനെയുള്ള ധാരാളം കമന്റുകൾ നമ്മൾ കാണാറുള്ളതാണ്. അതെല്ലാം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭക്തജനങ്ങളോട് വളരെ സ്നേഹപൂർവ്വം പറയുകയാണ്, വിശ്വാസം അത് കൈവിടാതിരിക്കുക. വഴിപാടുകൾക്ക് ശേഷമുള്ള ചിട്ടവട്ടങ്ങൾ പിന്തുടരുക. ശരി, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ തുലാഭാരവുമായി ബന്ധപ്പെട്ട ചിട്ടവട്ടങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോയിൽ നമുക്ക് പറയുവാനുള്ളത്. ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും അത് കമൻറ്റിൽ അറിയിക്കുവാൻ മറക്കരുത്. ഞങ്ങൾ ഉടനെ തന്നെ അതിന് മറുപടി തരുന്നതായിരിക്കും. ഇത് മാത്രമല്ല, ഉപകാരപ്പെട്ടാൽ തീർച്ചയായും മറ്റുള്ള ഭക്തജനങ്ങളിലേക്ക് എത്തിക്കുവാൻ മറക്കരുത് കേട്ടോ. എന്തൊക്കെ മറന്നാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുവാനും മറക്കരുത്. ശരി, അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര സങ്കല്പവുമായി, ക്ഷേത്ര വീഡിയോകളുമായി നമുക്ക് കാണാം. എല്ലാവരെയും ഭഗവാൻ കണ്ണൻ 2 കൈയും നീട്ടി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പാക്കലാം. നന്ദി, നമസ്കാരം.